ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8ആയി. വയനാട് നടവയൽ സ്വദേശിക്കാണ് ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. 3 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുൽത്താൻ ബത്തേരി സ്വദേശിക്ക് കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. മറ്റ് അസുഖങ്ങളുമായി എത്തിയ ബത്തേരി സ്വദേശിയുടെ രോഗം ഭേദമാവാത്തതിനെ തുടർന്നാണ് സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലുമായാണ് രോഗികളുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറപ്പൊയിൽ അനയ ആഴ്ചകൾക്ക് മുൻപ് മരിച്ചിരുന്നു. അനയയുടെ സഹോദരൻ ഒമ്മശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞെ മലപ്പുറം കാപ്പിൽ കരുമാറ്റ സ്വദേശിനി, മലപ്പുറം ചേളാരിയിലെ 11കാരി, മലപ്പുറം പുല്ലിപ്പറമ്പ സ്വദേശി, കോഴിക്കോട് അന്നശ്ശേരി സ്വദേശി എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം ജലത്തിലൂടെ പകരുന്ന രോഗമെന്നാണ് പരമ്പരാഗതമായി അമീബിക് മസ്തിഷ്ക ജ്വരം കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ശ്വാസത്തിലൂടെയും ശരീരത്തിൽ കടന്നേക്കാവുന്ന പൊടി, മണ്ണ്, ചെളി എന്നിവയിലൂടെയും രോഗം പകരാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു. പരാതത്തിന്റെ അംശങ്ങളോ ഭാഗങ്ങളോ മണ്ണിലൂടെയോ പൊടിപടലങ്ങളിലൂടെയോ ശരീരത്തിലെത്താം. അമീബയുടെ പുതിയ വകഭേദങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. ശ്വസനത്തിലൂടെ പോലും അപകടകരമായ അമീബകൾ ശരീരത്തിലെത്താം. സിസ്റ്റ്, ട്രോഫോസോയിറ്റ്, ഫ്ലെജലൈറ്റ് രൂപങ്ങളിലും രോഗം പകരാം. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴും കെട്ടിക്കിടക്കുന്ന ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴും മറ്റും മാത്രമാണ് രോഗം പകരുന്നതെന്ന പരമ്പരാഗത ധാരണ തിരുത്തപ്പെടുകയാണിപ്പോൾ. നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ വെർമമീബ എന്നീ അമീബ വിഭാഗങ്ങളിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങളിലൂടെയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഈ അമീബ നിലനിൽക്കും. ചൂട്, അണുനാശിനി, അൾട്രാ വയലറ്റ് രശ്മികൾ എന്നിവയെ പോലും ഇവ തോൽപ്പിച്ചേ അതിജീവിക്കും. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അണുബാധയുണ്ടായാൽ 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. നേരത്തെ ചികിത്സിച്ചാൽ രോഗം ഭേദമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ശക്തമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള പ്രയാസം, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുക, ഗുരുതരാവസ്ഥയിൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാക്കുന്നു. അതിനാൽ പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതുമായ കുളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ വലിച്ചു കയറ്റുകയോ ചെയ്യരുതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു.